തെരഞ്ഞെടുപ്പിന്റെ വർഷം. എനിക്ക് രാഷ്ട്രീയമുണ്ട്, ശകുന്തള ടീച്ചർക്ക് രാഷ്ട്രീയമുണ്ട്, BJP-യുടെ നേതാവുണ്ട്, അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട്, KT-ക്ക് രാഷ്ട്രീയമുണ്ട്, നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. വോട്ട് ചെയ്യരുത് എന്ന് പറയുന്നത് അരാഷ്ട്രീയവാദമാണ്. വോട്ട് ചെയ്യരുത് എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. വോട്ട് ചെയ്യണം, അതൊരു രാഷ്ട്രീയവാദമാണ്. ചില ഘട്ടങ്ങളിൽ ഉണ്ടാവും നമ്മൾ വോട്ട് ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന ആഹ്വാനം വരിക. വോട്ട് ബഹിഷ്കരിക്കല്ല, വോട്ട് എന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ആയുധമാണ്. അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് ഉപയോഗിക്കപ്പെടുമ്പോ നമുക്കറിയാം ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. ആ ജയസാധ്യതകളുടെ സ്ഥാനാർത്ഥികളുടെ ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ നെഞ്ചത്ത് വോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അവരോട് പറയണം, കോഴിക്കോട് വയനാടിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് യാത്രാ പ്രശ്നം. ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. വയനാട്ടുകാരനായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ചികിത്സ കിട്ടാതെ ചുരത്തിന്റെ മുകളിൽ മരിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് യാത്ര ചെയ്യണം, ഞങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടണം. അതുകൊണ്ട് അങ്ങക്ക് വോട്ട് ചെയ്യണമെങ്കിൽ, അങ്ങ് വിജയിപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു എഗ്രിമെന്റ് കൊണ്ടുപോകണം, ഞങ്ങൾക്ക് എഗ്രിമെന്റ് തരണം. അല്ലാതെ വോട്ട് ചെയ്യുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ജനപ്രതിനിധിയാകാൻ മത്സരിക്കുന്നവന്റെ കൈകൊട്ടി വാങ്ങി കീശയിലിടണം. അതവന് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ആ കരാറിൽ നിന്നവൻ പുറത്തു പോയാൽ നിയമപരമായി അവനെ നേരിടാൻ നമുക്ക് സാധിക്കും, ജനകീയപരമായി നേരിടാൻ വേണ്ടി സാധിക്കും. ഈ വോട്ട് വാങ്ങി അധികാരത്തിൽ പോയവൻ പാർലമെന്റിൽ ശബ്ദിക്കുന്നുണ്ടോ, നിയമസഭക്കകത്ത് ശബ്ദിക്കുന്നുണ്ടോ, ജനകീയമായി നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടോ? അല്ല. അവൻ ശ്വസിക്കുന്ന വായു പോലും നമ്മുടെ നികുതി പണം. അതിനനുസരിച്ച് നീങ്ങുന്നില്ലെങ്കിൽ അവനെയും പ്രതിരോധിക്കുവാനും പ്രതിഷേധിക്കുവാനും അവന്റെ വീട്ടുമുറ്റത്ത് പോയി പന്തല് കെട്ടാനും നമുക്ക് സാധിച്ചെങ്കിൽ ഈ വിഷയം പരിഹരിക്കപ്പെടാൻ വേണ്ടി സാധിക്കും. ജനകീയമായ പോരാട്ടം നടക്കണം, നിയമപരമായ പോരാട്ടം നടക്കണം, ഭൗതികമായിട്ടുള്ള വർക്കുകളും ഭൗതികമായ ഇടപെടലുകളും ഉണ്ടാവണം. ഈ സമരത്തിന്റെ എല്ലാവിധ പിന്തുണയും ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന സർവ്വ പോരാട്ടങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്.